നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. പ്രശസ്തമായ RG കാർ മെഡിക്കൽ കോളേജിൽ ആ കോളേജിനെ കുപ്രസിദ്ധിയിലേക്ക് നയിച്ച ഒരു അവിടുത്തെ വിദ്യാർത്ഥിയെ ബലാത്സംഗം ചെയ്ത് അതിക്രൂരമായി കൊന്നൊരു സംഭവം ഉണ്ടായിരുന്നു. എങ്ങനെ മമതാ സർക്കാരിന് അതിന് ന്യായീകരിക്കാൻ പറ്റുന്നതെന്നൊക്കെ പലരും ചോദിച്ചു. പക്ഷേ മമതാ സർക്കാരിൻ്റെ TMC നേതാക്കൾ തൊട്ട് മമത മുതൽ താഴെ ഛാത്ര പരിഷത്ത് വരെ, തൃണമൂൽ ഛാത്ര പരിഷത്ത്, അതായത് അവിടെ സ്റ്റുഡൻസ് യൂണിയൻ, ഇവർ വരെ എങ്ങനെയാണ് ഈ സ്ത്രീകളെയും പെൺകുട്ടികളെയും നോക്കിക്കണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ആ മമത എന്തുകൊണ്ടാണ് അതിൽ പ്രതികൾക്കൊപ്പം നിന്നതെന്ന് നമുക്ക് വ്യക്തമാകും. അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവിടുത്തെ കോളേജുകളിൽ ഈ തൃണമൂൽ സ്റ്റുഡൻസ് യൂണിയൻ്റെ കോൺഗ്രസിൻ്റെ ഓഫീസുകളെല്ലാം AC ഉള്ള ഓഫീസുകളായിരുന്നു. അതെല്ലാം അവിടെ എല്ലാം ബലാത്സംഗ മുറികളായിരുന്നു. അങ്ങനെയാണല്ലോ കഴിഞ്ഞ വർഷം കൽക്കട്ട ലോ കോളേജിൽ ഒരു കുട്ടിയെ, ഒരു വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊല്ലുകയും അതിന് പിന്നാലെയാണ് ഹൈക്കോടതി ഇടപെട്ട് എല്ലാ കോളേജ് മുറികളും പൂട്ടിയിടാൻ പറഞ്ഞു, യൂണിയൻ റൂമുകൾ. അങ്ങനെ ഇവർ പണ്ട് ഈ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ഓഫീസുകൾ പൂട്ടിയതുപോലെ ഹൈക്കോടതി ഇടപെട്ട് അതെല്ലാം പൂട്ടി. ഈ ഇടയ്ക്ക് അതൊക്കെ തുറന്നു. ഈ BJP സർക്കാർ വന്ന ശേഷം കോളേജിൽ ഓഡിറ്റ് നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ സുരേന്ദ്രനാഥ്, ഏറ്റവും പ്രശസ്തമായ കോളേജാണ് കൽക്കട്ടയിലെ സുരേന്ദ്രനാഥ് കോളേജ്, സ്വാതന്ത്ര്യ സമര സേനകളടക്കം എല്ലാവരെയും വാർത്തെടുത്ത കോളേജ് എന്ന് ഇതുവരെ അഭിമാനിച്ചിരുന്നു. അവിടുത്തെ തൃണമൂലിൻ്റെ ഛാത്ര പരിഷത്തിൻ്റെ ആ സ്റ്റുഡൻസ് യൂണിയൻ റൂം തുറന്നു നോക്കിയപ്പോൾ 2 ശീതീകരിച്ച ബെഡ്റൂമുകൾ, മദ്യക്കുപ്പികൾ, ഗർഭനിരോധന ഒരാളുടെ പാക്കറ്റുകൾ, പെട്ടിക്കണക്കിന് പിന്നെ തോക്കുകൾ, ഇതിലുപരിയായി 1 കോടിയിലധികം രൂപ ചിതലരിച്ചിരിക്കുന്നു. ഈ പണം എന്തിനാണെന്നറിയോ? അവിടെ വരുന്ന പ്രവേശനം, കോളേജ് പ്രവേശനം എല്ലാം പണം വാങ്ങിയായിരുന്നു. അതെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് തൃണമൂൽ നേതാക്കന്മാരും ഈ വിദ്യാർത്ഥി യൂണിയൻ നേതാക്കളുമാരും. ഈ പണമാണ് ലിക്വിഡ് ക്യാഷ് ആയിട്ട് അവിടെ വച്ചിരുന്നത്. ഇതെടുക്കാൻ പറ്റുന്നതിന് മുമ്പ് കോടതി ഇടപെട്ട് മുറി പൂട്ടിക്കളഞ്ഞു. വളരെ അതിദയനീയമായൊരു അവസ്ഥയാണ്. അതായത് തലപ്പത്തെ നേതാക്കന്മാർ തൊട്ട് വിദ്യാർത്ഥി യൂണിയൻ വരെ ബംഗാളിൽ ഇവർ അഴിഞ്ഞാടുകയായിരുന്നതിന് ഇനി മറ്റൊരു തെളിവ് വേണ്ട. അത്രത്തോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വരെ പങ്കിലമാക്കിയ ഒരു സർക്കാർ, അല്ലെങ്കിൽ ഒരു മുൻ സർക്കാർ, ഒരു രാഷ്ട്രീയ പാർട്ടി, സർക്കാരിൻ്റെ പിന്തുണയും. ഇനി അങ്ങോട്ട് മമതയ്ക്ക്, നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ പറഞ്ഞായിരുന്നു, മമതയ്ക്ക് ചർച്ച ചെയ്ത് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് ചിതലരിച്ച നോട്ടുകെട്ടുകൾ, മമതയുടെ രാഷ്ട്രീയ. പക്ഷേ തുറന്നു നോക്കിയപ്പോഴാണ് ശീതീകരിച്ച മുറിയെ കാണുന്നത്, മദ്യക്കുപ്പികളും ഒക്കെ. മമതയുടെ രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞു നമ്മൾ പറഞ്ഞു. അതാണ് ഇനി കാരാഗ്രഹത്തിലേക്കാണ് പോക്ക്. അത് സത്യത്തിൽ നമ്മൾ ഇപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ച സുരേന്ദ്രനാഥ് കോളേജിലെ വിഷയം, അതിന് മുമ്പ് പറയേണ്ടത് 2025 ഈ കോളേജിലെ യൂണിയൻ റൂമുകൾ പൂട്ടാനിടയായ സാഹചര്യം, അത് രണ്ടും താങ്കൾ സൂചിപ്പിച്ചു. അതായത് കൊൽക്കട്ട ലോ കോളേജിലാണ് നിയമ വിദ്യാർത്ഥിനി ക്രൂരമായ ബലാത്സംഗത്തിന് യൂണിയൻ മുറിയിൽ. അതെ. അതായത് തൃണമൂലിൻ്റെ വിദ്യാർത്ഥി വിഭാഗം നേതാക്കളാണ് ആ നിയമ വിദ്യാർത്ഥിനിയെ അവിടെ എത്തിച്ച് അതിക്രൂരമായി പീഡിപ്പിച്ചത്. അത് ഒടുവിൽ കേസായി. അറിയാലോ, തൃണമൂലിൻ്റെ ആൾക്കാർ ഇടപെട്ടു എന്ന് പറയുമ്പോൾ പോലീസ് എത്ര ഗൗരവത്തിൽ അത് അന്വേഷിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ബംഗാളിലെ നിയമവാഴ്ച സമ്പൂർണ്ണമായും തകർന്നിരിക്കുകയായിരുന്നു. അവിടെ പിന്നെ കോടതി ഇടപെടേണ്ടി വന്നു. അതായത് ഹൈക്കോടതി ഇടപെട്ട് ശക്തമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതിന് ശേഷമാണ് പോലീസ് അവിടെ കൃത്യമായിട്ട് ആ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ നിലപാടുകൾ സ്വീകരിച്ചത്. ഇപ്പോൾ അതടക്കം ഈ പറഞ്ഞതുപോലെ സുരേന്ദ്രനാഥ് കോളേജിലെ യൂണിയൻ റൂം, ഇതെല്ലാം ഇപ്പോൾ കോടതി ഇടപെട്ട് സീൽ ചെയ്തിരിക്കുകയായിരുന്നു. ഇവിടെ എല്ലാം തുറന്ന് പരിശോധന നടത്തുകയാണ് സുവേന്ദു അധികാരിയുടെ പോലീസ്. സുവേന്ദു അധികാരി ഇത് 2 വർഷം മുമ്പ് നടന്നതാണോ 5 വർഷം മുമ്പ് നടന്നതാണോ എന്നുള്ളതല്ല, ഈ വിഷയത്തിൽ പരാതി കിടപ്പുണ്ട്, FIR നിലനിൽക്കുന്നു, പക്ഷെ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. എന്നാൽ പിന്നെ അന്വേഷിക്കാം എന്ന് പറഞ്ഞ് പോലീസിന് കർശന നിർദ്ദേശം കൊടുത്ത് ഇതിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. പോലീസുകാരാകട്ടെ അവരുടെ കയ്യും കാലും കെട്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. അവർക്ക് സ്വതന്ത്രമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, ശരിയായിട്ട് നീതി നിർവഹണം നടത്താൻ പറ്റുന്നില്ല, കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്താൽ ഉടൻ മമത ഇടപെടും, ഈ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റും. എന്ന് വെച്ചാൽ ബംഗാളിൽ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് സ്ഥലം മാറ്റിയാൽ വലിയ ബുദ്ധിമുട്ടാണ്, അല്ലേ? അപ്പോൾ അങ്ങനെയെല്ലാം പരമാവധി ദ്രോഹം മമത ചെയ്യുന്നു. അപ്പോൾ ഇത് പേടിച്ച് പോലീസുകാരും മിണ്ടാതിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. പക്ഷേ ഇപ്പോൾ
സർക്കാർ മാറി, അധികാര കേന്ദ്രങ്ങൾ മാറി, പോലീസുകാർക്ക് ആത്മവീര്യം, ആത്മധൈര്യം തിരികെ കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവർ വളരെ കർശനമായ അന്വേഷണത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതാണ് ഈ പറഞ്ഞതുപോലെ സുരേന്ദ്രനാഥ് കോളേജിലെ യൂണിയൻ റൂം തുറന്ന് പരിശോധിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് അങ്ങനെയാണ്. അതിനുള്ളിൽ നിന്നും ഈ പറയുന്നത് പോലെ വളരെ ശക്തമായി തെളിവുകൾ അവർക്ക് ലഭിച്ചു. ഈ ഗർഭനിരോധന ഉറകൾ, മദ്യക്കുപ്പികൾ, തോക്കുകൾ, ചിതലരിച്ച നോട്ടുകൾ, 1 കോടിയിലേറെ. അതായത് മൊത്തത്തിലാണ് ഇത്. ഒരു കോളേജിൽ നിന്ന് മാത്രം ഏതാണ്ട് 60 ലക്ഷം രൂപയാണ് പിടിച്ചെടുത്തിരിക്കുന്നത്, ചിതലരിച്ച നോട്ടുകൾ. അപ്പോൾ ഇതെന്തിനാണ്, ഇവരെന്തുകൊണ്ടാണ് ഈ നോട്ടുകൾ ഇങ്ങനെ ഇവിടെ സൂക്ഷിച്ചത് എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. ഇതൊന്നും നിരോധിച്ച നോട്ടുകളല്ല കേട്ടോ, ഇപ്പം കറണ്ട് ലൈവായിട്ടുള്ളതാണ്. അതായത് 2016 നോട്ട് നിരോധനം വന്നത്. അപ്പോൾ അതിന് ശേഷമുള്ളതാണ്. ഒരു അഡ്മിഷന് 10,000 രൂപ വെച്ചാണ് പാർട്ടി വാങ്ങുന്നത്. പാർട്ടി ലഭി. അതായത് നമ്മൾ അവിടെ കോളേജിൽ ചെന്ന് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടി, പക്ഷെ 10,000 രൂപ നമ്മൾ സംഭാവന തൃണമൂൽ ഛാത്ര പരിഷത്തിന് കൊടുക്കണം. ഗുണ്ടാപിരിവാണ്. അത് കൊടുത്തേ പറ്റൂ. കൊടുത്തില്ലെങ്കിൽ അത് വലിയ വിഷയമാവും. മനസ്സിലായില്ലേ? അതാണ് ആ പണം, അങ്ങനെ കൈക്കൂലി വാങ്ങിച്ച പണമാണ് ഇവിടെ ശേഖരിച്ചു വെച്ചത്. കള്ളപ്പണമാണ്, ബാങ്ക് അക്കൗണ്ടിലല്ല, ചെയ്തിട്ടില്ല. അതെ, ഇതൊന്നും ഈ പറയുന്നത് പോലെ ഗുണ്ടാപിരിവിലൂടെ നേടിയെടുത്ത ലക്ഷങ്ങളല്ല, കോടികൾ ഇതുപോലെ വിദ്യാർത്ഥി പരിഷത്ത്, അതായത് ഇവരുടെ ഛാത്ര വിഭാഗത്തിൽ, തൃണമൂൽ ഛാത്ര പരിഷത്തിൽ അതിൻ്റെ ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈ മുറി തുറക്കാതിരുന്നത് കൊണ്ട് 2025 ഇപ്പോൾ 26 ഏതാണ്ട് ഒരു വർഷത്തിൽ കൂടുതലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തുറക്കാൻ പറ്റിയില്ല. അങ്ങനെ അവിടെ മുഴുവനും ചെതലരിച്ചു, ഈ നോട്ടുകൾ ചെതലരിച്ചു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, മറ്റൊരു വിഷയം കൂടിയുണ്ട്. മമതയുമായി ബന്ധപ്പെട്ട് പറയേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അത് ഒരു MLA കാണാനില്ല. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു MLA കാണാനില്ല. അങ്ങനെ അത് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഞെട്ടിപ്പോയത്. ഈ MLA ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്നു. 20 പേരിൽ ഒരാളല്ലേ മമതയ്ക്കൊപ്പമുള്ള 20 പേരിൽ ഒരാളാണ്. ഇയാളുടെ പേര് ഷൗക്കത്ത് മൊല്ല എന്നാണ്. ഈ ഷൗക്കത്ത് മൊല്ല TMC ലീഡർ, TMC MLA. ഇയാൾ മച്ച് ചോർ എന്നാണ് ഇയാൾ ഈ ഒരു ഗാനം അവിടെ ആലപിച്ചിരുന്നല്ലോ, വൈറലാക്കാൻ ശ്രമിച്ച അതിൻ്റെ ഉപജ്ഞാതാവ് ഇയാളാണ് എന്ന് പറയപ്പെടുന്നു. ഇയാളെ കഴിഞ്ഞ ദിവസം രാവിലെ തൊട്ട് കാണാനില്ല. അങ്ങനെ പോലീസ് ഇയാളെ അന്വേഷിക്കുമ്പോൾ ഇയാളുടെ മൊബൈൽ ആക്റ്റീവായിരുന്നു. അത് ട്രാക്ക് ചെയ്തപ്പോൾ ഈ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് ഇയാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലായി. അങ്ങനെ പിന്നീട് അയാൾ ബംഗ്ലാദേശിലേക്ക് കടന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. അതായത് ഈ അതിർത്തിയിൽ ഈ നേരായ മാർഗത്തിൽ കൂടെ അല്ലാതെ ഇയാൾ എങ്ങനെയോ വളരെ രഹസ്യമായിട്ട് അതിർത്തി കടന്ന് ബംഗ്ലാദേശിലേക്ക് പോയിരിക്കുന്നു. ഇയാൾ എന്തിനു പോയി എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇയാളാണ് മമതയുടെ വിശാല ബംഗ്ലയുടെ വിദേശകാര്യമന്ത്രിയാണോ അതോ മറ്റെന്തെങ്കിലും നമുക്കറിയില്ല. പക്ഷേ ഇയാൾ NIA അന്വേഷിക്കുന്ന ഒരു ബോംബ് ബ്ലാസ്റ്റ് കേസിലെ പ്രതിയാണ്. ഇയാളുടെ വീടും ഓഫീസും നേരത്തെ NIA റെയ്ഡ് ചെയ്തു ഈ കേസിൽ. അതായത് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാക്കിയ സംഭവം. അത് ഇപ്പം നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. NIA അത് പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും ഒരു സ്ഫോടന കേസിലെ പ്രതിയാണ് ഷൗക്കത്ത് മൊല്ല. ബംഗ്ലാദേശിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് ബംഗാളിൽ തീർച്ചയായിട്ടും അതായിരിക്കുമല്ലോ വിഘടന പ്രവർത്തനം നടത്തി എന്നതാണ് കുറ്റം. അതെ, അങ്ങനെ ചെയ്ത ഒരാളെ ഇപ്പോൾ ഇതാ ബംഗ്ലാദേശിലേക്ക് ഇവിടുന്ന് അതീവ രഹസ്യമായി നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. ഇതൊരു നുഴഞ്ഞുകയറ്റമാണ്. അതെ അല്ലേ? അല്ല, തിരിച്ചു പോക്കാണെങ്കിലോ അയാള് ബംഗാളിയാണ്. പക്ഷേ മനസ്സുകൊണ്ട് അവിടെയാണ്, മനസ്സും പ്രവൃത്തിയും ഒക്കെ അവിടെയാണ്. അതൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഷൗക്കത്ത് മൊല്ല അറസ്റ്റ് ഭയന്ന് NIAയുടെ കൈ കിട്ടിയാൽ അത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വിവരങ്ങൾ ഷൗക്കത്ത് മൊല്ലയ്ക്ക് പറയാനുണ്ട്. അതായത് മമതയെ ഒരു നിമിഷം പോലും കളയാതെ NIA പൊക്കും. തീർച്ചയായിട്ടും ഈ ഷൗക്കത്ത് മൊല്ലയെ മമതയിലേക്ക് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് ഇയാൾ. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. താങ്കൾ പറഞ്ഞ ഇവിടുത്തെ ഈ ചെതലരിച്ച കോടികളുടെ പണം
തോക്കുകൾ അതെ. ഇനി സ്ഫോടകങ്ങൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ശീതീകരിച്ച മുറികൾ, ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് തോക്കുകൾ, മദ്യക്കുപ്പികൾ, പിന്നെ ഗർഭനിരോധന ഉറകൾ. അപ്പോൾ രാജ്യസുരക്ഷ, സ്ത്രീ സുരക്ഷ, വിദ്യാഭ്യാസ സുരക്ഷ ഒക്കെ അവതാളത്തിലാക്കിക്കൊണ്ട് അഴിഞ്ഞാടുകയായിരുന്നു. വിദ്യാഭ്യാസത്തെ വ്യഭിചരിക്കുന്ന നടപടിയാണ് മൊത്തത്തിൽ ഈ മമതയും മമതയുടെ ഛാത്ര പരിഷത്തും ചേർന്ന്. ഛാത്ര പരിഷത്തും മമതയുടെ MLA-യും. അതെ. അതായത് സ്ഫോടന കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുകയാണ് MLA. ഈ MLA ഒരു മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് നമ്മൾ പറയുന്ന ഒരു നിയമസഭാ സാമാജികൻ ഒരു സ്ഫോടന കേസിൽ പ്രതിയായാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അയാൾക്കെതിരെ UAPA ചുമത്തണം. അയാൾ കടുത്ത രാജ്യദ്രോഹമാണ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, ജനങ്ങളുടെ വോട്ട് കൊണ്ട് ഭരണഘടന ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായ ഭരണ സംവിധാനത്തിൽ, ആ സംവിധാനത്തിലേക്ക് പ്രവേശിച്ച ആളാണ് ഒരു സ്ഫോടന കേസിൽ പ്രതിയാക്കപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രത്യാഘാതം എത്ര വലുതായിരിക്കും. അപ്പോൾ ഇതെല്ലാം അങ്ങനെ ഒരു MLA അങ്ങനെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും വലിയ പിന്തുണ അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും. മമത ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇയാളൊക്കെ കിരീടം വെക്കാത്ത രാജാക്കന്മാരായിരുന്നു. കാരണം ഇവരുടെ തിട്ടൂരങ്ങൾക്കനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ നടന്നിരുന്നത്. മനസ്സിലായില്ലേ? അപ്പം അതൊക്കെയാണ് ബംഗ്ലാദേശും മമതയുമായിട്ടുള്ള പ്രധാന ഇടനിലയും ഇയാൾ വഴിയായിരിക്കാം. പിന്നെ ഇയാള് ബംഗ്ലാദേശിൽ പോയി ഒളിച്ചെന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്ക് കണ്ടെത്താൻ പറ്റില്ലെന്നല്ലോ. ഇന്ത്യക്ക് കണ്ടെത്താൻ പറ്റില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ പറയുന്നത് പോലെ ഇനി മറ്റൊരു ത്രട്ടും കൂടിയുണ്ട് അതിനകത്ത്. അതെന്താന്ന് ഞാൻ പറയാം. ഇപ്പോൾ നമുക്കറിയാം, പാകിസ്ഥാനിൽ ഒരു അജ്ഞാതൻ കിടന്ന് വിളയാടി തിമിർക്കുകയാണ്. അത് ബംഗ്ലാദേശിലും ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് CIA-യുടെ ചാരൻ ഡാക്കയിൽ വന്ന് ഇന്ത്യക്കെതിരെ എന്തോ ഓപ്പറേഷൻ, മോദിക്കെതിരെ എന്തോ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അയാൾ ഹോട്ടലിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നത്. എങ്ങനെ മരിച്ചു, ആര് കൊന്നു എന്നൊന്നും ആർക്കും അറിഞ്ഞൂടാ. എന്തായാലും അതൊരു കൊലപാതകമാണ്. ആ ബോഡി പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാൻ സമ്മതിക്കാതെ അമേരിക്ക ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് അത് അമേരിക്കയിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഇതെല്ലാം വളരെയധികം ദുരൂഹതയുള്ള സംഭവങ്ങളാണ്. ഈ നോട്ട് കണ്ടെടുത്തത്, ചെതലരിച്ച നോട്ടുകൾ കണ്ടെടുത്തത്, തോക്കുകൾ, ഗർഭനിരോധന ഉറകൾ, മദ്യക്കുപ്പികൾ, അതിൻ്റെ കൂടെ ഇപ്പോഴിതാ ഒരു പ്രധാനപ്പെട്ട MLA, തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു പ്രധാന നേതാവ് രാജ്യം വിട്ട് അയൽരാജ്യത്തേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതും BSFൻ്റെ കണ്ണ് വെട്ടിച്ച് അതിർത്തി കടന്ന് അപ്പുറത്തേക്ക് കയറി. അയാൾ പോകുന്നതിൻ്റെ എല്ലാ വിവരങ്ങളും ഇവർക്കിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നടത്തെത്തി, ഇന്നടത്തായി എന്നൊക്കെ. അപ്പോൾ പോലീസ് അത് വെച്ച് ട്രേസ് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് ഇയാളുടെ ഈ ടവർ ലൊക്കേഷൻ, അത് സിഗ്നലുകൾ വളരെ കൃത്യമായിട്ട് കിട്ടി. ഇയാളുടെ യാത്ര അതിർത്തിയിലേക്കാണ്. അതിർത്തി കടന്ന് ഇയാൾ അപ്പുറത്ത് പോയിട്ടുണ്ടാകാം എന്നാണ് BSFും ഈ പറയുന്നത് പോലെ അതിർത്തി രക്ഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വിഭാഗങ്ങളൊക്കെ പറയുന്നത്. അവിടെ ഇനി ബംഗാൾ പോലീസിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ സുവേന്ദുവിൻ്റെ പോലീസാണ്. തീർച്ചയായിട്ടും അവർ അതിശക്തമായ ആക്ഷൻ എടുക്കും. തീർച്ചയായിട്ടും ഇയാളെ ബംഗ്ലാദേശിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് നിയമ നടപടിക്ക് വിധേയമാക്കും എന്നാണ്. കാരണം NIA രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കേസിൽ, ഒരു സ്ഫോടന കേസിൽ പ്രതിയാണ് ഇയാൾ. NIAയുടെ അറസ്റ്റ് ഭയന്നാണ് ഇയാൾ ബംഗ്ലാദേശിലേക്ക് മുങ്ങിയിരിക്കുന്നത്. അതും വ്യക്തമാണ്.